വെൽക്കം ടു ലിസബത്ത് വേൾഡ്. ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന റെസിപ്പി ഡോണറ്റാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നത് എയർ ഫ്രയറിലാണ് ഞാനത് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്കിത് എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം, ഏതായാലും കുഴപ്പമില്ല. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 കപ്പ് മൈദ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, നമുക്ക് ഓയിലായാലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 3/4 കപ്പ് പാല്, 1 മുട്ട, 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, 2 പിഞ്ച് സിനമൺ പൗഡർ. സിനമൺ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. 1/4 ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ഇടാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, 2 ടീസ്പൂൺ ഈസ്റ്റ്, ഉപ്പ്, 2 പിഞ്ച്. ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആവാൻ വെക്കണം. അതിനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക. ചൂട് പാലാണ്, കുറച്ച് ചൂട് വേണം ഇതിന്. അതിൻ്റെ കുറച്ച് പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫെർമെൻ്റ് ആവാൻ വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് പൊങ്ങി നന്നായിട്ട് വരും. അതിനുശേഷം നമുക്ക് മൈദ കുഴച്ചെടുക്കാം. ഈസ്റ്റ് ഇവിടെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൈദ ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമുക്ക് മുട്ടയും ഇടാം, പഞ്ചസാര, ബട്ടർ, വാനില എസൻസ്, ജാതിക്കയും സിനമൺ പൗഡറും, ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൈദ ഇടാം. ഇനി വിസ്കിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് ചപ്പാത്തിയിൽ കുറച്ചുകൂടെ ലൂസാവണം. ആ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ബാക്കി പാൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള പാലാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാലൂടെ വേണ്ടി വരും. ഇപ്പം ഞാനിത് കുഴച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ പാല് ഒഴിക്കേണ്ടി വന്നു. ഇനി ഇതിൻ്റെ ഡബിൾ സൈസ് ആവണം. അപ്പോൾ പുറത്ത് വയ്ക്കാം, അടച്ച് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. 1 മണിക്കൂറെങ്കിലും മിനിമം എടുക്കും നമുക്ക്. അത് കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഇത് ഡബിൾ സൈസായി. ഇനി നമുക്കിതൊന്ന് ഒരു 1/2 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കാം. ഇപ്പോൾ 1/2 ഇഞ്ച് കനത്തിൽ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു അടുപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്യണേ. എല്ലാം ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഷേപ്പിനാക്കി. ഇനി നമുക്കിതിൻ്റെ നടുക്കൊരു ചെറിയൊരു ഹോളും കൂടെ ഇടണം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നടുക്കൊരു ചെറിയ ഹോളും ഇട്ടിട്ടുണ്ട്. ഈ ബാക്കി വരുന്ന കട്ട് ചെയ്ത് മാറ്റിയ പീസ് എല്ലാം കൂടെ എടുത്ത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഇനി ഞാനിത് ഒരു ട്രേയിലേക്ക് മാറ്റുകയാണ്. ഇതൊരു 1/2 മണിക്കൂർ നമുക്കിങ്ങനെ വെക്കണം. അപ്പോൾ കുറച്ചൊന്ന് പൊങ്ങി വരും. അതിന് ശേഷം വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. ഇനി ഇത് കവർ ചെയ്ത് വെക്കണം. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബേക്ക് ചെയ്യാം.
ഇതിപ്പോൾ നിങ്ങൾക്ക് എണ്ണയിൽ വറുത്തെടുക്കേണ്ടവർക്ക് എണ്ണയിൽ വറുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. എയർ ഫ്രയർ ഞാനൊരു 3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. അതിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നല്ലോണം ഒന്ന് സ്പ്രേ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. അധികം ഇതിൽ കൊള്ളത്തില്ല, 2 പ്രാവശ്യമൊക്കെ ആയിട്ട് ഉണ്ടാക്കേണ്ടി വരും. ഞാനിപ്പോൾ 4 എണ്ണം വെച്ചു. 4 എണ്ണേ കൊള്ളത്തുള്ളൂ. മുകളിലൊന്ന് കുറച്ച് ഓയിലും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വയ്ക്കാം. ഇനി 180 ഡിഗ്രിയിൽ നമുക്കൊരു 5 മിനിറ്റ്സ് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഒന്നുകൂടെ മറിച്ചിടേണ്ടി വരും. ഡോണറ്റ് റെഡി ആവണമെന്ന സമയത്ത് നമുക്കതിനൊരു കോട്ടിങ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് ഉണ്ട്. പിന്നെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം നല്ല ക്രീമാക്കി എടുക്കണം. ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കണം. അപ്പോൾ നല്ല ക്രീം പോലെ മിക്സിങ് ഒക്കെ കഴിഞ്ഞു. ഇതും കൂടെ മാറ്റി വയ്ക്കാം. ഈ ഡോണറ്റ് എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇത്ര ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. 2 or 3 നമുക്ക് റെഡി ആയില്ലെങ്കിൽ കുറച്ചുകൂടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. 7 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം എന്തായാലും. ഉണ്ടോ? ഇപ്പോൾ 7 മിനിറ്റ് ആയപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട്. കൂടുതൽ ബ്രൗൺ ആവും തോറും ഇത് ഹാർഡായിട്ട് വരും. നിങ്ങൾക്ക് സോഫ്റ്റായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും ബ്രൗൺ ആക്കണ്ട, കുറച്ചുകൂടെ മുന്നേ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്നാ ചെയ്യുന്നത് വെച്ചാൽ ചൂടോടെ തന്നെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതിങ്ങനെ ഷുഗർ ഈ സിറപ്പ് വേണമെന്നില്ല, അല്ലാതെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അദ്ദേഹം വേണേലും ഉപയോഗിക്കാം. ഇതിൻ്റെ മുകളിൽ വേണേൽ കുറച്ചൊരു പൗഡർ ഷുഗർ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇടാം. ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണ പോലെ തന്നെയുള്ള ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഫ്രൂട്ടാണ് റോക്ക് മെലൺ. ഇത് മറ്റേ സാധാരണ സ്വീറ്റ് മെലനൊക്കെ പോലെ തന്നെ ചില സമയത്ത് നല്ല ടേസ്റ്റാണ്, ചില സമയത്ത് അത്ര മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സീഡ് കണ്ട് വളരെ ചെറിയ സീഡുകളാണ്, വെള്ളിരിക്കയുടെ സീഡ് പോലെ തന്നെ, പക്ഷെ കുറച്ചുകൂടെ ചെറുതാണ് ഇത്. ഇപ്പം നല്ല ഓറഞ്ച് കളറാണ് ഇതിനകം. ഇതിന് മധുരമുണ്ട് ഇപ്പം, പക്ഷെ ഇതിനൊരു എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ചക്കപ്പഴത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നല്ല മധുരം ഉള്ളതുകൊണ്ട് നമുക്കിത് ഇഷ്ടമാവും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.